ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? യെസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ കൺസെപ്റ്റുമായിട്ടാണ്. ജസ്റ്റ് ലൈക്ക് ആൻഡ് എൻ്റെ കൂടെ ഇന്ന് വേറൊരാളും കൂടെ ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും. എങ്ങനെ ഓക്കെ, സിമ്പിളായിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചെറിയ കൺസെപ്റ്റ് എന്തിനാണ് ഓർത്ത് ടെൻഷൻ അടിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ബട്ട് നോ, ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, +2 അക്കൗണ്ടൻസിയിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അഡ്മിഷനിലും റിട്ടയർമെൻറ്റിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനെ പറ്റി കാര്യമായ എക്സ്പ്ലനേഷൻസ് ഒന്നും തരാത്തപ്പോൾ ഗുഡ് വിൽ ഇല്ല എന്ന് കരുതി ആൻസർ ചെയ്ത് മുന്നോട്ട് പോയാൽ തെറ്റും. ഓക്കെ, അവിടെ എന്താണ്? ഗുഡ് വില്ല് ഹിഡൻ ആണ്. ഒളിഞ്ഞിരിക്കുന്ന ഗുഡ് വില്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ആ പാത്തിരിക്കുന്ന ഗുഡ് വില്ലിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓൾ ഓഫ് യു, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ തന്നെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഈ കൺസെപ്റ്റ് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. സോ യെസ്, പ്രേം ആൻഡ് ശ്രീ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫാം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:3. ഓക്കെ, their capitals are rupees 1,60,000 and rupees 1 lakh. They admitted Kant as a new partner for 1/5 share in the profits and brings rupees 1,20,000 as his capital. Calculate goodwill and pass journal entry in the books. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവിടെ അഡ്മിഷൻ്റെ ഒരു കേസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇതിലെങ്ങനെ ഗുഡ് വിൽ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ആൻഡ് ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്കതിൻ്റെ ജേർണൽ എൻട്രിയും കൂടെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്ത് റെഡി ആയിരിക്കല്ലേ? അപ്പോൾ നമുക്ക് കാൽക്കുലേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളുടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് അഡ്മിഷൻ സംഭവിച്ചത് കൊണ്ടാണ്. ഓക്കെ, ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റഡ് ആവുകയാണ് ഈ പാർട്ട്ണർഷിപ്പിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഷെയർ എത്രയായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കുക, അദ്ദേഹത്തിൻ്റെ ഷെയർ 1/5 ഷെയറിനാണ് അദ്ദേഹം അഡ്മിറ്റഡ് ആയത്. ആൻഡ് ഓൾസോ അദ്ദേഹം ആ ഷെയറിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്രയായിരുന്നു? അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് rupees 1,20,000 ആയിരുന്നു. ഈ ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഹിഡൻ ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ആദ്യം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ക്യാപിറ്റൽ. എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ? ടോട്ടൽ ക്യാപിറ്റൽ ആരുടെ ടോട്ടൽ ക്യാപിറ്റൽ? ഓഫ് ന്യൂ ഫേം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയാണ് ന്യൂ ഫേം? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ന്യൂ ഫേം എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളുടെ പുതിയ പാർട്ട്ണറിൻ്റെ ഷെയർ എത്രയായിരുന്നു? 1/5. ആ ഷെയറിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന ക്യാപിറ്റൽ എമൗണ്ട് എത്രയായിരുന്നു? 1,20,000. അപ്പോൾ ഈ 1,20,000 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് അദ്ദേഹത്തിൻ്റെ ഷെയർ ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 5/1. അപ്പം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? rupees 1,20,000 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ rupees 6 lakh ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ പുതിയ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? rupees 6 lakh. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ആക്ച്വൽ ക്യാപിറ്റൽ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ടോട്ടൽ ക്യാപിറ്റൽ മാത്രമല്ല, ആക്ച്വൽ ക്യാപിറ്റൽ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ. അതായത് ആക്ച്വലി 6 lakh rupees വേണമെങ്കിൽ പോലും ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ ചോദ്യം. അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലും അതുപോലെ തന്നെ നമ്മുടെ പുതിയ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റലിൻ്റെയും കൂടെ സം എടുത്താൽ നമുക്ക് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേമിൻ്റെ തന്നെ. പുതിയ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് ന്യൂ ഫേം അല്ലേ? ഓക്കെ, അപ്പോൾ പുതിയ ഫേമിൻ്റെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കാം. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? പ്രേം, ശ്രീ ആൻഡ് കാന്ത്. പ്രേമിൻ്റെ ഷെയർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് rupees 1,60,000 ആണ്. ആൻഡ് നമ്മുടെ ശ്രീയുടെ ഷെയർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്
1 lakh ആണ്. ഓൾസോ നമ്മൾക്ക് പുതിയൊരു പാർട്ട്ണറിനെ കൂടെ കിട്ടി, അദ്ദേഹമാണ് കാന്ത്. ആൻഡ് പുള്ളിക്കാരൻ്റെ ഷെയർ എന്ന് പറയുന്നത്, ഷെയർ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000 ആയിരുന്നു. ഇതിൻ്റെയൊക്കെ കൂടെ സം എടുക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 3,80,000 rupees. 3,80,000 rupees. 3,80,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആക്ച്വൽ ക്യാപിറ്റലും കിട്ടി, എക്സിസ്റ്റിംഗ് ക്യാപിറ്റലും കിട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളിത് എത്തിപ്പോയി നമ്മുടെ ഹിഡൻ ഗുഡ്വിൽ എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗുഡ്വിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിഗർ, അതായത് ആക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹6 lakh ആയിരുന്നു. നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, അഡീഷൻ അല്ല സബ്സ്ട്രാക്ഷൻ, നമ്മുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹3,80,000 ആയിരുന്നു. ഈ വരുന്ന ഡിഫറൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും എമൗണ്ട്സ് ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് യൂണിറ്റ്സ് കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം 2,20,000 rupees ആണ് നമ്മളുടെ ഗുഡ്വില്ല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്തു. അഡ്മിഷൻ്റെ കേസിൽ ഗുഡ്വില്ലിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും തരാത്തപ്പോൾ ഹിഡൻ ആയിട്ട് കിടന്ന ഗുഡ്വില്ലിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഹിഡൻ ഗുഡ്വില്ലിനെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ്വില്ലിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ക്വസ്റ്റ്യനിലെ റിക്വയർമെൻറ്റ്. ജേർണൽ എൻട്രി കൂടെ നമ്മൾ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആൻസർ ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേസിൽ ജേർണൽ എൻട്രി കൂടെ പാസ് ചെയ്താലേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്വിൽ എന്ന് പറയുന്നത് ടോട്ടൽ ഗുഡ്വില്ലാണ്. എന്താണ്? ടോട്ടൽ ഗുഡ്വില്ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് പുതിയ പാർട്ട്ണറിൻ്റെ അല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർ, ഇവിടെ നമ്മുടെ കേസിൽ കാന്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിരിക്കും കാന്ത് കൊണ്ടുവരിക. അന്നേരമാണ് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വേറൊരു കാൽക്കുലേഷൻ കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മളത് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ എവിടെ ചെയ്യണം? വർക്കിംഗ് നോട്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വർക്കിംഗ് നോട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഈ വർക്കിംഗ് നോട്ടിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാന്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാന്ത്സ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഷെയർ ഓഫ് ഗുഡ്വിൽ ആരുടെ? നമ്മളുടെ ന്യൂ പാർട്ട്ണറിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ടോട്ടൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മുടെ ടോട്ടൽ ഗുഡ്വിൽ എത്രയായിരുന്നു? എല്ലാവരും നോക്കിയേ, 2,20,000 ആയിരുന്നു നമ്മുടെ ടോട്ടൽ ഗുഡ്വിൽ. നമ്മുടെ കാന്തിൻ്റെ ഷെയർ എത്രയായിരുന്നു? എല്ലാവർക്കും ഓർമ്മയില്ലേ? 1/5 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്കിയാൽ 2,20,000 × 1/5 ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ₹44,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 44,000 ആണ് നമ്മുടെ കാന്തിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഈ എമൗണ്ട് ആയിരിക്കും കാന്ത് കൊണ്ടുവരുന്നുണ്ടാവുക. ഈ എമൗണ്ട് ആണ് നമ്മൾ പഴയ പാർട്ട്നേഴ്സിനേക്ക് വീതിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ജേർണൽ എൻട്രിയിലൂടെ നോക്കാം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ജേർണൽ എൻട്രി എന്നൊക്കെ ഹെഡിങ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഫോർമാറ്റൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രിയുടെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂ പാർട്ട്ണറിന് ഞാനിവിടെ ഷോർട്ടായിട്ട് NP എന്നിടാണ്. ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ന്യൂ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ന്യൂ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ എൻട്രി ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഇവിടുത്തെ ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നത് കാന്തായിരുന്നു. കാന്ത്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കാന്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ആരൊക്കെയാണ് നമ്മളുടെ ഓൾഡ് പാർട്ട്നേഴ്സ്? പ്രേം ആൻഡ് ശ്രീ. നമ്മുടെ എമൗണ്ട് വരുന്നത് 44,000 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പ്രേമിനും ശ്രീക്കും നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? SR അല്ലെങ്കിൽ
സാക്രിഫൈസിങ് റേഷ്യോ. ഏത് റേഷ്യോ ആണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് 44,000 നമ്മൾ എങ്ങനെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ. നമ്മുടെ ക്വസ്റ്റ്യനിലെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2:3 തന്നെയാണ് എന്നുള്ള അസംഷനിൽ നമ്മൾ എടുക്കണം. 2:3 എന്താണ് നമ്മളുടെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ 44,000നെ 2:3 എന്ന റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുത്തേ. എത്ര കിട്ടും നോക്കിയേ. 44,000നെ 2:3 എന്ന റേഷ്യോയിൽ കൊടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 17,600 ആൻഡ് 26,400 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് അഡ്മിഷൻ്റെ കേസിൽ ഹിഡൻ ഗുഡ്വിൽ വന്നാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഓൾസോ അതിന് ജേർണൽ എൻട്രി എങ്ങനെ പാസ് ചെയ്യും എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് റിട്ടയർമെന്റിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. അഡ്മിഷന്റെ കേസിൽ നമ്മൾ പഠിച്ചില്ലേ, അതിനേക്കാൾ സിമ്പിൾ ആയിട്ടാണ് റിട്ടയർമെന്റിന്റെ കേസിൽ നമുക്ക് ഹിഡൻ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ നോക്കാം. സോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ കാണാമല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്, വൈ ആൻഡ് എ ആ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2:1. ഓക്കെ, അവർ എന്ത് ചെയ്തു? എ റിട്ടേഴ്സ് ഫ്രം ദ പാർട്ട്ണർഷിപ്പ്. എ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെങ്കിലും വലിയ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിരുന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് എന്താണ്? എസ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. After making necessary adjustment is rupees 75,000 and X and Y agreed to pay him rupees 85,000. Calculate goodwill in this case and pass journal entry for the same. Okay, അപ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ റിട്ടയർ ചെയ്യാത്ത പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടെ റിട്ടയർ ചെയ്ത പാർട്ട്ണറിന് എത്ര രൂപയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? 85,000 റുപ്പീസ്. 85,000 റുപ്പീസ് ആണ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ അതിനെ നമുക്ക് എന്തായിട്ട് കരുതാം? ഗുഡ്വില്ലായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റിൽ വളരെ സിമ്പിളാണ്. ക്യാപിറ്റൽ ബാലൻസ് ആരുടെയാണ്? റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എടുക്കുക. അദ്ദേഹത്തിന് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. ഡിഫറൻസ് ആണ് നമ്മുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗുഡ്വിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഗുഡ്വിൽ ഇൻ ദിസ് കേസ് വിൽ ബി ഈസ് ഈക്വൽ ടു റുപ്പീസ് 85,000. 85,000 മൈനസ്, സോറി അത് മൈനസ് ആണ്, റുപ്പീസ് 75,000. അതായത് റുപ്പീസ് 10,000 ആണ് എന്ത്? ഗുഡ്വില്ലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ്വില്ല് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കി ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്തു. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റിൽ ജേർണൽ എൻട്രി കൂടെ നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്. ജേർണൽ എൻട്രി എങ്ങനെയായിരുന്നു നമ്മൾ പാസ് ചെയ്യേണ്ടത്? ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി പറഞ്ഞു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ആരൊക്കെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവർ? എക്സ് ആൻഡ് വൈ ആണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, എ ആണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി എഴുതാം. നിങ്ങൾ ജേർണൽ ഫോർമാറ്റ് ഒക്കെ വരച്ച് കറക്റ്റായിട്ട് എഴുതുക. എക്സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയായിരുന്നു എമൗണ്ട് വന്നിരിക്കുന്നത്? 10,000 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഇത് ഇവർ ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? ഏത് റേഷ്യോയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? GR. ഏത് റേഷ്യോ ആണ്? ഗെയിനിങ് റേഷ്യോ. ഏത് റേഷ്യോയിലാണ് കൊടുക്കുക? ഗെയിനിങ് റേഷ്യോയിലാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണറിന് ഗുഡ്വില്ല് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഗെയിനിങ് റേഷ്യോ എത്രയാണെന്ന് നോക്കിയാൽ വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. 3:2 തന്നെ ആയിരിക്കും ഇവരുടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 10,000നെ 3:2 എന്ന റേഷ്യോയിൽ വേണം എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് റിട്ടയറിംഗ് പാർട്ട്ണറിന് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ 3:2 എന്ന റേഷ്യോയിൽ 6,000 4,000 എന്നാണ് നമുക്ക്
എമൗണ്ട്സ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ജേർണലൊക്കെ കറക്റ്റായിട്ട് വരച്ച് സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരച്ച് പ്രോപ്പർ ഫോമാറ്റിൽ തന്നെ ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻട്രി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എക്സസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ₹6,000 ആൻഡ് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ₹4,000 ടു ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട് ₹10,000 എന്നാണ് നമ്മുടെ എൻട്രി വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമ്മൾ ആൻസറും ചെയ്തു. കാൽക്കുലേഷൻ ഹിഡൻ ആയിട്ട് കിടന്ന ഗുഡ്വില്ലിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിന് എൻട്രി നമ്മൾ പാസ് ചെയ്തിരിക്കുകയാണ് സിമ്പിളായിട്ട്. എങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്തത്? ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഹിഡൻ ഗുഡ്വില്ലിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, വലിയ വലിയ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഹിഡൻ ഗുഡ്വില്ലിൻ്റെ കേസ് വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.